ഹലോ ഗൈസ്, ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. വെറും ജസ്റ്റ് ഡൂയിങ് എ ക്രോഷറ്റ്. ക്രോഷറ്റ് എന്ന് വലിയൊരു പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയാണ്. അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി. വേറെ ഒരു പണിയില്ലാത്ത സമയത്ത് ചെയ്തതാണ്. ഓക്കെ, നൂല് തീർന്നപ്പോൾ ഞാൻ പിന്നെ പർപ്പിൾ കളർ നൂലാണ് എടുത്തത്. വലിയ നൂലായിപ്പോയി. ഓക്കെ, പിന്നെ ഈ ക്രോഷറ്റ് എനിക്ക് തുടങ്ങിത്തന്ന് എനിക്ക് പോകുന്നു പറഞ്ഞൂടെ, ABCD പോലും അറിയത്തില്ല. പക്ഷേ ഇത് എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ പഠിച്ചതാണ്. പൗച്ച് മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ അറിയാവൂ കേട്ടോ, കാണാതെ. പിന്നെ ഇത് പഠിപ്പിച്ചത് എൻ്റെ ബെസ്റ്റീസാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള 1-2 ആൾക്കാരുണ്ട്. അതിൽ പഠിപ്പിച്ചത് ദ്യുതി അമ്മച്ചിയാണ്. ദ്യുതി അമ്മച്ചി എന്ന് വിളിക്കാൻ അവൾക്ക് ഇഷ്ടമല്ല. ഫസ്റ്റ് തൻവി, സെക്കൻഡ് ദ്യുതി, പിന്നെ തേർഡ് തന്മയ സിവി. അങ്ങനെ ഒരുപാട് പേരുണ്ട്, 5 പേരുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട്. സിവി അല്ല കേട്ടോ, തന്മയ സിവി അല്ല, തന്മയ സുജിത്തായിരുന്നു. അങ്ങനെ ഇതുണ്ടാക്കുന്ന പഠിപ്പിച്ചത് അവളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളാണ് എൻ്റെ പൗച്ച് ഉണ്ടാക്കുന്നില്ല, എൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് അവൾ തുടങ്ങി തന്നതും മെറ്റീരിയൽസൊക്കെ പഠിപ്പിച്ചു തന്നതും എല്ലാം അതാണ്. ഞാൻ പിന്നെ ഉണ്ടാക്കിയ ഒരു പൗച്ചാണ് ഇത്. ഞാൻ ഉണ്ടാക്കിയത് വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉണ്ടാക്കിയതാണ്. കണ്ടോ, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടാലേ അറിയാം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ഞാൻ മാത്രമേ ഇത്ര വൃത്തിയിട്ട രീതിയിൽ ഉണ്ടാക്കാറുള്ളൂ. സോ ഞാൻ എന്താ കണ്ടോ, സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് എന്ത് രസമല്ലേ, നല്ല രസമുണ്ടല്ലേ. ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റായിട്ടൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ക്രോഷറ്റ് ചെയ്യാൻ മാത്രം അറിയാം. ബാഗ് മാത്രമേ ഉണ്ടാക്കാറിയാം. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബാഗൊന്നുമല്ല കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബാഗ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കൊള്ളാം. രണ്ടാമതായിട്ട് ഉണ്ടാക്കിയത് ഇതാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. നല്ല രസമല്ലേ, കൊള്ളാമല്ലേ. ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ക്രോഷറ്റ്. അത് ഈ ഒരു ബാഗിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ എൻ്റെ മുടി വെട്ടിയതൊന്നുമല്ല കേട്ടോ. ഞാൻ ബാക്കിലോട്ട് ക്ലിപ്പൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. കോഴിവാലി എടുക്കുന്നത്. പിന്നെ മുടി വെട്ടുന്ന ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ നൂല് വെച്ചിട്ടാണ്, ഈ ഒരു ഉളൻ നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഉളൻ നൂല് ഇവിടെ കിട്ടൂ. ക്രോഷറ്റിൻ്റെ നൂലൊന്നും ഇവിടെ കിട്ടത്തില്ല, പുറത്തൊക്കെ കിട്ടൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടാറുള്ളൂ. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു നൈസ് നൂല് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര അഭിമാനമാണ് ഗൈസ്. പിന്നെ ഇതിലൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇങ്ങനെ എത്തിക്കാൻ പറ്റും. പക്ഷേ ശ്രദ്ധിച്ചത്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് തന്നെ എല്ലാം കുളമായിരിക്കാം. പിന്നെ സെക്കൻഡ് ടൈം ചെയ്ത ഫസ്റ്റ് ഫ്രണ്ട് മാത്രം കൊള്ളാം എന്നുള്ളതായി. പിന്നെ വലിച്ചാൽ അങ്ങനെ അകത്തോട്ട് സ്ക്വീസായി പോകുന്ന ടൈപ്പായിട്ട് കൊള്ളാം. അങ്ങനെ ഞാൻ എൻ്റെ ക്രോഷറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി ഞാൻ കെട്ടി അങ്ങനെ ക്രോഷറ്റിൻ്റെ ഇതാണ്. ഞാൻ കുഞ്ഞൊരു പൂച്ചുണ്ട് ഉണ്ടാക്കുന്നത്. സിബൊന്നും വേണ്ട, ചുമ്മാ ഒരു സുഖം. ഇങ്ങനെ ഞാൻ പിന്നെ ട്രെയിനിലിരുന്ന് കുറച്ചൊന്നും ഉണ്ടാക്കിയതാണ്. കുറേ നാൾക്ക് മുമ്പോട്ട് അയക്കുന്നതാണ്. ഇപ്പോഴാണ് അത് ബാക്കി ചെയ്യണത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ ബാക്കിൽ തലയിടയൊക്കെ എടുത്ത് വെച്ച ഒരു സുഖത്തിന് വേണ്ടി. എന്താ ഒരു സുഖം. പിന്നെ ഞാൻ ഈ ക്രോഷറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിന് പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഇടാം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ഇടാം. ശ്രമിക്കാം. ഓക്കെ, എൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ ഇടാം, നോക്കാം. നിങ്ങൾക്ക് ഈ പൗച്ചൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇത്രയും ഉണ്ടാക്കിയില്ലേ, ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ കറക്കി, പോയി സൂപ്പർ, അതാണ്. ഇങ്ങനെ കറക്കുക. ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ലെഫ്റ്റ് ഹാൻഡറൊന്നും അല്ല കേട്ടോ. ഞാൻ വഴിയേ പറയാം. ഇത് കണ്ടോ, തിരിച്ചൊക്കെ വെച്ച് കറക്റ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ കറക്കുക. അതിൻ്റെ അകത്തോട് ഒരു വി ഉണ്ട്, ആ വിക്കകത്ത് കയറ്റുക. ഗ്രാബ് ചെയ്യാൻ, pull it through the V and grab the yarn and pull it through and pull it through. എന്തൊക്കെയോ പറഞ്ഞ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ അങ്ങ് പറഞ്ഞു നോക്കിയതാണ്. പക്ഷെ അവരുടെ ലാംഗ്വേജ് വേറെ ആയിരുന്നു. പുൾ ഇറ്റ് ത്രൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം ആ 2 V ഉണ്ട്, ആ V വെച്ചിട്ടാണ്. ഇത് 3.5 mm ഹുക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പുൾ ഇറ്റ് ത്രൂ ഇങ്ങനെയല്ല പറയേണ്ടത്. പുൾ ഇറ്റ് ത്രൂ എന്നാണ് കേട്ടോ പറയേണ്ടത്. ഇത് കറക്കിയിട്ടും വരുന്നില്ല, കറങ്ങി. ഓക്കെ ഗൈസ്, ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ എനിക്കങ്ങനെ വരാറില്ല, സോറി. അതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ ലെഫ്റ്റ് ഹാൻഡറൊന്നും അല്ലെന്ന് പറഞ്ഞില്ലേ, അതാണ്. എന്നെ പഠിപ്പിച്ച ദ്യുതി അമ്മച്ചി ലെഫ്റ്റ് ഹാൻഡറായിരുന്നു. സോ അവൾ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അതുപോലെ പഠിച്ചതേ ഉള്ളൂ. ഞാൻ റൈറ്റ് ഹാൻഡറാണ്. ഓക്കെ, അതുപോലെ അങ്ങ് പഠിച്ചു വെച്ചതേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമ്മളിങ്ങനെ പോയി ഇങ്ങനെ കറക്കി വലിച്ചു. സോറി, ഞാൻ എന്തായാലും ഇടാം കേട്ടോ, എക്സ്ട്രാ ആയിട്ട് വീഡിയോ ഇടാം.
പിന്നെ ഈ കണ്ണാടി ഒരു കൊള്ളാം. ഓക്കെ, ഇതിങ്ങനെ കറക്കി സ്പീഡിലൊക്കെ ചെയ്യാൻ അറിയാം കേട്ടോ. പക്ഷേ ക്യാമറ കാണിക്കുമ്പോൾ മാത്രം എൻ്റെ നേരെ വരുന്നില്ലെന്നേ ഉള്ളൂ. അതാ സ്പീഡിൽ ചെയ്യും. പിന്നെ ഇത് പരിപാടിയൊക്കെ ഇത് തന്നെ ഫുള്ള് പരിപാടി ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. മൊത്തത്തിൽ കുളവും ഇത്. ഓക്കെ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ ഗൈസ്, ബൈ ബൈ.